പൃഥ്വിരാജ് ചെയ്യേണ്ട വേഷത്തിലേക്ക് മമ്മൂക്ക വന്നപ്പോൾ ലാലേട്ടൻ തൊമ്മനായാലും അത് മാച്ചാകില്ല എന്ന് മനസ്സിലാകുകയും ലാലേട്ടൻ ജയസൂര്യയുടെ റോളിലേക്ക് മാറി. അപ്പോൾ അവിടെ തൊമ്മനായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും അപ്പൻ എന്ന് തോന്നിക്കുന്ന അപ്പൻ്റെ പ്രായമുള്ള ഒരു തൊമ്മനെ കാസ്റ്റ് ചെയ്യാനായിട്ട് ആര് എന്നുള്ളൊരു ചിന്തയിൽ ഇന്നസെൻ്റ് ഏട്ടൻ അത് കറക്റ്റായിരിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. ഇന്നസെൻ്റ് ഏട്ടൻ കാണാൻ ചെന്നു. പക്ഷേ അദ്ദേഹത്തിന് ആ സമയത്ത് വേറെ പടം കമ്മിറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഒഴിവാക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചെന്നെത്തിയത് ജഗതി ശ്രീകുമാർ. അദ്ദേഹത്തെ ഞങ്ങൾ ഇതുപോലെ തന്നെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ ഡേറ്റും വേറെ ഡേറ്റുമായിട്ട് ക്ലാഷ് ആയിരുന്നു. വീണ്ടും ഞങ്ങൾ തൊമ്മനെ തേടി യാത്ര ചെയ്തു. വേണുചേട്ടൻ, നെടുമുടി വേണുചേട്ടൻ എന്നുള്ള രീതിയിൽ ചെന്നപ്പോൾ വേണുചേട്ടൻ്റെ അവസ്ഥയും ഇത് തന്നെ. ഡേറ്റ് പ്രോബ്ലം കാരണം തൊമ്മൻ എന്ന കഥാപാത്രം ആര് എന്നുള്ള ആശയക്കുഴപ്പത്തിൽ വീണ്ടും ഞങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ പലവരുടെയും പേര് സജസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ പെട്ടെന്ന് രാജേട്ടൻ്റെ പേര് വരികയാണ്. ഞാൻ രാജേട്ടനും തമ്മിൽ വളരെ അടുപ്പായതുകൊണ്ട് ഞാൻ നേരിട്ട് രാജേട്ടനെ വിളിക്കുന്നു. ടൈറ്റിൽ റോളാണ് മമ്മൂക്കയുടെ പടത്തിൽ തൊമ്മനും മക്കളും എന്നതാണ് ടൈറ്റിൽ. അതിൽ തൊമ്മനായിട്ട് രാജേട്ടൻ. അങ്ങനെ ഒരു കാസ്റ്റിംഗ് വന്നപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അത് പല ഇന്റർവ്യൂവിലും പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തൊമ്മൻ എനിക്ക് ബെന്നി നൽകിയ ഗുരുദക്ഷിണയാണ്. അതിഗംഭീരമായിട്ട് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചു.